എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോ മുതൽ നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ആയിട്ട് എത്തുമെന്ന്. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫോണിന്റെ ഒരു ക്വാളിറ്റി ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ആയിട്ട് ഇതാ എത്തിയിട്ടുണ്ട്. നമ്മൾ ബിഗ് ബില്യൺ ഡേയ്സിൽ നിന്നും കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്നത് എന്നൊക്കെ ഇനി വഴിയെ കാണിച്ചു തരാം വീഡിയോയിൽ ബാക്കി. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് അൺബോക്സിങ് ചെയ്യാൻ പോകുന്ന ഐറ്റം. അപ്പോൾ ഐറ്റം നമ്മൾ കാണിച്ചു തരാം. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഒരുപാട് നാളുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത്. അത് ഞാൻ ഒരുപാട് സന്തോഷത്തോടെ നിങ്ങൾക്ക് മുന്നിൽ ഇത് അൺബോക്സിങ് ചെയ്യുകയാണ്. പോക്കോ X3. അപ്പോൾ ഇത്രയും നാളുള്ള എൻ്റെ യൂട്യൂബ് യാത്രയിൽ എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ ഒരു ഫോൺ നിങ്ങളുടെ മുന്നിൽ വെച്ച് നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ നമുക്ക് ഒരുമിച്ച് ഇത് അൺബോക്സിങ് ചെയ്യാം. നമുക്കപ്പോൾ ഇതിൽ എന്താണെന്ന് നോക്കാം. ഞാൻ തുറക്കുവാണ്. ഇതിന്റെ കൂടെയാണ് സിം റിമൂവിങ് പിന്ന് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിന് അവർ തന്നെ ഒരു ട്രാൻസ്പാരന്റ് ബാക്ക് കവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. എടുത്ത് നോക്കാം. നമ്മുടെ ഡിവൈസ് ഒരുപാട് നാളുകൊണ്ടുള്ള ഒരു ആഗ്രഹം. നമുക്ക് തുറന്നു നോക്കാം. അപ്പൊ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഇന്ത്യസ് നമ്പർ 1 ക്വാളിറ്റി സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. ഇതിന്റെ കളർ എന്ന് പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് കൊബാൾട്ട് ബ്ലൂ ആണ്. ഇതിന്റെ ഡിസ്പ്ലേ വൈഡ് ഡിസ്പ്ലേ ആണ്. ഇതിന്റെ സെൽഫി ക്യാമറ എന്ന് പറയുന്നത് സ്പോട്ടഡ് ആണ്. ഈ പോക്കോ X3 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഈ സെപ്റ്റംബറിലാണ്. ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിന്റെ യൂസർ മാനുവൽ ഉണ്ട്. പിന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് C ടൈപ്പ് ഫാസ്റ്റ് ചാർജറും അതിന്റെ കേബിളും ആണ്. ഇനി നമുക്ക് ഈ ഫോൺ അപ്പോൾ ഓൺ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫോൺ ഓൺ ആവുന്ന സമയം നമുക്ക് ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ നോക്കാം. ഇതിന്റെ പ്രോസസർ എന്ന് പറയുന്നത് ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 732G ആണ്. ഇതിന് ലിക്വിഡ് കൂൾ ടെക്നോളജി ഉണ്ട്. ഇതിന്റെ ബാറ്ററി എന്ന് പറയുന്നത് 6000 mAh ബാറ്ററി ആണ്. 33 watts ഫാസ്റ്റ് ചാർജർ ആണ്. C ടൈപ്പ് ചാർജർ ആണ് ഇതിനുള്ളത്. ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഫുൾ HD ഡിസ്പ്ലേ ആണ്. 120 Hz റിയാലിറ്റി ഫ്ലോ ഡിസ്പ്ലേ ആണ്. 6.67 ഇഞ്ചസ് ആണ് ഇതിന്റെ സ്ക്രീനിന്റെ വിഡ്ത് എന്ന് പറയുന്നത്. സ്മൂത്ത് ഫെദർ ടച്ചിങ് ഡിസ്പ്ലേ ആണുള്ളത്. നമ്മൾ യൂട്യൂബേഴ്സിന് ഏറ്റവും ആവശ്യമുള്ളത് ക്യാമറ ക്വാളിറ്റി ആണല്ലോ. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിൽ മെയിൻ 4 ലെൻസ് ആണ് വരുന്നത്. ഇതിന്റെ മെയിൻ റിയർ ക്യാമറ എന്ന് പറയുന്നത് ഫ്ലാഗ്ഷിപ്പ് 24 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. പിന്നെ 8 മെഗാ പിക്സലിന്റെ ഒരു വൈഡ് ലെൻസ് ഉണ്ട്. 2 മെഗാ പിക്സലിന്റെ പോർട്രേറ്റ് ലെൻസും 2 മെഗാ പിക്സലിന്റെ മാക്രോ ലെൻസും ആണ് ബാക്ക് ക്യാമറയിൽ വരുന്നത്. ഇതിന്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 20 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. നമുക്കിനി ക്യാമറ നോക്കാം എങ്ങനെയുണ്ട്. ഫോട്ടോ എടുത്ത് നോക്കാം. ഇതിപ്പോ കാണുന്നത് സെൽഫി ക്യാമറയാണ്. ഇനി ബാക്ക് ക്യാമറ നോക്കാം. ഇതാണ് ബാക്ക് ക്യാമറ. നല്ല ക്ലാരിറ്റി ഉണ്ട്.
നമുക്ക് വീഡിയോ നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. വീഡിയോ നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല റെസൊല്യൂഷൻ ഉണ്ട്. പ്രോ മോഡലാണ് ഇട്ടിരിക്കുന്നത്. ഇത് പോർട്രേറ്റ് മോഡാണ്. ഇനി ഇതിന്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ സമയം തന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ? ഇപ്പൊ വ്ളോഗ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. രണ്ട് നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇത് ഗെയിമിങ്ങിനൊക്കെ പറ്റിയ ഒരു ഫോണാണ്, യൂസർ ഫ്രണ്ട്ലി ആണ്. അങ്ങനെ വലിയ വെയിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 6000 mAh ബാറ്ററിയുടെ ആ ഒരു വെയിറ്റേ ഉള്ളൂ. ഇതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 6 GB റാമും 128 GB റോമും ആണ്. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. ബാക്കി ഇനി നിങ്ങൾക്ക് ഈ ഫോണിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും റിവ്യൂ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഈ ഒരു ഫോണിന്റെ മാത്രമായിട്ട് ഒരു റിവ്യൂ ഒരു വീഡിയോ ആയിട്ട് ഇടാം. ഇപ്പൊ എന്തായാലും നിങ്ങൾ ഇനി മുതലുള്ള എന്റെ വീഡിയോസ് കണ്ടിട്ട് മുന്നേ ഞാൻ ഇട്ട വീഡിയോയും ഇപ്പൊ ഇടുന്ന വീഡിയോയും തമ്മിൽ എന്തെങ്കിലും ക്വാളിറ്റി ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റൂ ഞാൻ ഈ വാങ്ങിച്ച സാധനം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായമാണ് എല്ലാം. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് കാണാം. ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്, റിംഗ് ലൈറ്റ് വിത്ത് ട്രൈപോഡ് സ്റ്റാൻഡ്. ഇത് 2 ബോക്സിലായിട്ടാണ് വന്നത്. നമ്മളിപ്പോ അത് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഇതില് പവർ ബട്ടൺ ഉണ്ട്, ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ കൂട്ടാനും കുറയ്ക്കാനും 2 ബട്ടൺ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൽ 3 മോഡാണ് വരുന്നത്. ലൈറ്റ് ചേഞ്ച്, വാം ഉണ്ട്, യെല്ലോ ഉണ്ട്, വൈറ്റ് ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഓൺ ചെയ്ത് നോക്കാം. അടുത്ത മോഡ് നോക്കാം. വൈറ്റ്. ഇനി ബ്രൈറ്റ്നസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ ലൈറ്റിന്റെ ഇതനുസരിച്ച് നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. ഈ ഫോൺ ഹോൾഡർ വരുന്നത് ഈ റിംഗ് ലൈറ്റിന്റെ കൂടെയാണ്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ലാൻഡ്സ്കേപ്പിലും പോർട്രേറ്റിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 360 ഡിഗ്രി റൊട്ടേഷൻ ഉണ്ട്. ഇനി നമുക്ക് സ്റ്റാൻഡ് നോക്കാം. സ്റ്റാൻഡ് നല്ല ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ്. ഇതാണ് നമ്മുടെ സ്റ്റാൻഡ്. ഇതിന്റെ ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇനി നമുക്ക് ചെറിയൊരു സാധനം കൂടെ അൺബോക്സ് ചെയ്യാനുണ്ട്. ഇത് മൊബൈൽ പോപ്പ് ഹോൾഡർ ആണ്. നമുക്ക് പുറത്തൊക്കെ പോയി വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ഒരു ഗ്രിപ്പ് കിട്ടാൻ ഫോണിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും തോന്നി. ഇങ്ങനെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രിപ്പ് കിട്ടും. അതിനു വേണ്ടി വാങ്ങിയതാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇത്രയും പ്രോഡക്ട്സ് ആണ് ഞാനിപ്പോ ഫ്ലിപ്കാർട്ടിലെ ബിഗ് ബില്യൺ ഡേയ്സിൽ നിന്നും പർച്ചേസ് ചെയ്തത്. അപ്പൊ ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സ് വന്നതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാതെ വ്ളോഗിങ് ആവശ്യമായിട്ട് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് എനിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റി. അപ്പൊ അതിന്റെയൊക്കെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ സജഷൻസും എന്നെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ എന്റെ FB ഇപ്പം അക്കൗണ്ട് പുതിയതാക്കിയിട്ടുണ്ട്, മീനു ആദി എന്നാണ്. അപ്പൊ അതിന്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതേപോലെ ഇൻസ്റ്റയില് മീനു ആദീസ് എന്നാണ് പേര്. അപ്പൊ എല്ലാരും എന്നെ ഫോളോ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അതിലും അറിയിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരേക്കും തൽക്കാലം ബൈ ബൈ.